ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ലോട്ടസ് ട്യൂബറിൻ്റെ സെയിലിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന സുന്ദരി പൂവാണ് കേട്ടോ ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ദിവസം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബഡിനെ ആദ്യത്തെ ദിവസം കാണുന്ന ഒരു ഭംഗിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ ദിവസം നല്ലൊരു കളർ കൂടുതലാണ്, ഡാർക്ക് കളറായിട്ടാണ്, നമ്മുടെ ആ ഒരു റോസും പീച്ചും കൂടി ഇടകലർന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ സമയത്ത് നമുക്ക് ആകാശത്ത് കാണുന്ന പോലെയുള്ള ആ ഒരു ഗോൾഡൻ ഓറഞ്ച് കളറൊക്കെ നമുക്ക് സെൻറ്ററിലുള്ളതായിട്ട് ഫസ്റ്റ് ഡേ ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. അതുപോലെ തന്നെ ഡേ ബ്ലൂമറാണ്, പകൽ മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. സമൃദ്ധമായി ഇഷ്ടം പോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. എന്നിരുന്നാലും ഡെയിലി ഫ്ലവർ ഉണ്ടാവുന്നൊന്നും അവകാശപ്പെടുന്നില്ല. ആഴ്ചയിൽ ഒരു 4-5 ഫ്ലവറൊക്കെ എങ്ങനെ പോയാലും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കാറുണ്ട് നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഫ്ലോറിഡ അക്വാറ്റിക് നഴ്സറി ആണ് 2009 ഈ ഒരു വെറൈറ്റി ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടമൻ കളർ ഫ്ലവർ ഉള്ള ഒരു വാട്ടർ ലില്ലി, അതും വിവി പാരസ് വാട്ടർ ലില്ലി ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 വർഷത്തെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഈ ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടർ ലില്ലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ സൺസെറ്റ് വിവി പാരസ് എന്ന് പറയുമെങ്കിലും നമുക്ക് ഒരുപാട് തൈകളൊന്നും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറില്ല. കണ്ടോ, ഈ ലീഫിലൊന്നും ഇപ്പോൾ നോടുന്നില്ല. അപ്പോൾ പ്ലാന്റ് നല്ല മെച്യൂർഡ് ആയതിനു ശേഷമാണ് നമുക്ക് ലീഫിലൊക്കെ നോഡ് ഉണ്ടായി അതിൽ നിന്ന് തൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ലീഫിൽ നമുക്ക് നോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മെച്യൂർഡ് ആയതിനു ശേഷം നമുക്ക് തൈയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർ ഷേപ്പാണ് ഈ ഒരു ഫ്ലവറിന് പറയുന്നത്. ഓട്ടമൻ അതുപോലെ തന്നെ പിങ്ക് ടോണുള്ളൊരു ഫ്ലവറാണ്. ഫസ്റ്റ് ഡേ വിരിയുമ്പോൾ ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറും പിന്നെ സെക്കൻഡ് തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് ഈ ഒരു വാട്ടർ ലില്ലിയുടെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ലീഫിൽ അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ പാച്ചസും ഒക്കെ, പിങ്ക് അല്ല കേട്ടോ, പർപ്പിൾ കളർ പാച്ചസ് ഇങ്ങനെ ലൈറ്റായിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ലീഫ് മെച്ചൂർഡ് ആവുന്നതിനനുസരിച്ച് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് ലീഫിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ എനിക്ക് ഇതൊരു ലീഫിൽ നിന്നുള്ള പ്ലാന്റ് ആയിരുന്നില്ല, ഞാനൊരു ട്യൂബറാണ്. ട്യൂബറിൽ നിന്നും ഇതിൽ ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലീഫിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ട്യൂബർ പ്ലാന്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂബറിൽ നിന്ന് തന്നെ അതിൽ വേറെ ട്യൂബേഴ്സ് ഒന്നും ഉണ്ടായി വന്നില്ലെങ്കിൽ ആ ഒരൊറ്റ ട്യൂബറിൽ നിന്ന് എനിക്കൊരു 5 തൈകൾ പല സൈഡിൽ നിന്നിട്ട് സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്യൂബറിൽ നിന്നാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലീഫിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ വാട്ടർ ലീവ്സ് നടുന്ന പോലെ നമ്മൾ ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന മണ്ണ്, ഈ ഒരു പോട്ടിങ്സിലാണ് കേട്ടോ ഞാൻ വാട്ടർ ലില്ലി നട്ടിട്ടുള്ളത്. ട്രോപ്പിക്കൽ ആയതുകൊണ്ട് തന്നെ ടബിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡൈസേഴ്സും ഒക്കെ നല്ല അധ്വാനത്തിലാണ് കേട്ടോ. നമ്മൾ ട്രോപ്പിക്കൽ സൺസെറ്റിൽ വന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു തേനീച്ചകളെയാണ് കേട്ടോ ഞാൻ ഹൈബ്രിഡൈസേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഒരു റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. അത്രയും ഡിമാൻഡുള്ളൊരു വാട്ടർ ലില്ലിയാണ്. ഇപ്പോൾ ഒരു 650, അതുപോലെ തന്നെ ഒരു 550 ഒക്കെ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ വാട്ടർ ലില്ലി നിൽക്കുന്നത്. അപ്പോൾ ട്യൂബർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ട്യൂബർ പ്ലാന്റ് അല്ലെങ്കിൽ തന്നെ നല്ല മെച്ചൂർഡായ പ്ലാന്റ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ കോമൺലി കാണുന്ന ആ ഒരു പർപ്പിൾ വയലറ്റ്, നമ്മൾ നീലത്താമര എന്നൊക്കെ പറയില്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത കളറുകൾ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന വാട്ടർ ലില്ലി. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സ്റ്റോറിൽ ട്രോപ്പിക്കൽ സൺസെറ്റ് വാട്ടർ ലില്ലി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി 2 ഫ്ലവറൊക്കെ ഒരുമിച്ചുണ്ടായി നിൽക്കുന്നത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിലും ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ അതൊക്കെ മിസ്സായിട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു റീൽ ചെയ്തിരുന്നതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ 2-3 ഫ്ലവറൊക്കെ ഒരുമിച്ചുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്, കാണാൻ അടിപൊളി ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരുടെയും കളക്ഷനിലേക്ക് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്